ഇന്ന് നമ്മൾ കുളിക്കുന്ന സോപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ വെച്ച് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോപ്പ് നിർമ്മാണത്തിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് 20 സോപ്പ് ഉണ്ടാക്കാനുള്ള കൂട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോപ്പ് നിർമ്മാണത്തിന് ആദ്യമായി വേണ്ടത് കോസ്റ്റിക് സോഡയാണ്, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. 170 ഗ്രാം കോസ്റ്റിക് സോഡ എടുത്തിട്ടുണ്ട്. ഇതേ കോസ്റ്റിക് സോഡ തന്നെയാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിനു മേലെ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ടാൽക്കം പൗഡറാണ്. സോപ്പ് നിർമ്മാണത്തിൽ ഇത് ഒരു ഫില്ലറായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോപ്പിന് ഒരു ഫേംനെസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ മണമുള്ള പൗഡറിൽ ചേർക്കുന്ന ബേസ് കോമ്പണൻ്റ് ഇതാണ്. ഇതൊരു 200 ഗ്രാം ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് 1 കിലോ വെളിച്ചെണ്ണയാണ്. 1 കിലോ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററും പിന്നെ ഒരു 100-110 ml ഓളം ചേർന്നതാണ് 1 കിലോ വെളിച്ചെണ്ണ, അതായത് 1.1 ലിറ്റർ വെളിച്ചെണ്ണ. അടുത്തതായി സോപ്പിന് സ്മെല്ല് കിട്ടുവാൻ വേണ്ടി 25 ml സെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 25 ml തിക്നർ എടുത്തിട്ടുണ്ട്. സോപ്പ് വേഗം കട്ട പിടിക്കാൻ വേണ്ടിയാണ് തിക്നർ. അത് ഉപയോഗിക്കണമെന്ന് മസ്റ്റല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ കൂടുതൽ നേരം സോപ്പ് ഇളക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 50 ml സെൻറ്റും തിക്നറും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സോപ്പിന് ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയുള്ള കളറാണ്. 5 ഗ്രാമോളം കളറ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി 400 ml വെള്ളം എടുത്തിട്ടുണ്ട്. കുളിക്കുന്ന സോപ്പിൻ്റെ ഈ 20 സോപ്പിൻ്റെ കൂട്ടിന് 400 ml വെള്ളമാണ് എടുക്കേണ്ടത്. ഈ മെഷറിംഗ് ജാറിൽ നിങ്ങൾക്ക് കാണാം 400 ml വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 20 സോപ്പിൻ്റെ ഈ കൂട്ടിന് വേണ്ടി 400 ml വെള്ളം എടുത്തിരിക്കുന്നു. അടുത്തതായി ഈ വെള്ളം ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ കോസ്റ്റിക് സോഡ വെള്ളവുമായി കലർത്തുന്നത് സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ആയിരിക്കണം. അലുമിനിയം പാത്രത്തിലാണെങ്കിൽ നല്ല ഹോള് വീണ് അതൊരു അരിപ്പ പോലെ ആകുന്നതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ മാത്രമേ കലക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ 400 ml വെള്ളം ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 20 സോപ്പിൻ്റെ കൂട്ടിന് 400 ml വെള്ളമാണ് എടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി 170 ഗ്രാം ക്രിസ്റ്റൽ രൂപത്തിലുള്ള കോസ്റ്റിക് സോഡ ഈ 400 ml വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ടാകും, നിറച്ച് ഫ്യൂംസും വരും. അതുകൊണ്ട് വളരെ കുറച്ചായി കുറച്ച് ദൂരെ നിന്ന് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, മുഴുവനായി ഇളക്കണമെന്നില്ല. ഇത് ആഡ് ചെയ്തതിന് ശേഷം പാത്രം വേറെ എവിടെയെങ്കിലും വെച്ച് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറോളം തണുക്കാൻ അനുവദിക്കണം. പാത്രം എടുക്കുമ്പോൾ പാത്രത്തിൻ്റെ താഴെ പിടിക്കാൻ പാടുള്ളതല്ല, മേലെ മാത്രമേ പിടിക്കാവുള്ളൂ. നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം 2 മുതൽ 2.5 മണിക്കൂർ വരെ വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ച് തണുപ്പിക്കേണ്ടതാണ്. തണുക്കാതെ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ആ കൂട്ട് ഫുള്ളായി പിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ സോപ്പ് കറക്റ്റായി ഉണ്ടായി വരികയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു 2-2.5 മണിക്കൂർ നേരം മാറ്റി വയ്ക്കുക. അടുത്തതായി 1 കിലോ എണ്ണ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കിലോ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററും പിന്നെ ഒരു 100-110 ml കൂടെ ചേരുന്നതാണ് 1 കിലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1/2 കിലോയുടെ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ എണ്ണ ആദ്യം ഈ ചരുവത്തിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള 110 ml കൂടെ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം 1 ലിറ്റർ എണ്ണ ഒഴിക്കുന്നു. 1 ലിറ്റർ എണ്ണ മുഴുവനായി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് ഈ മെഷറിംഗ് ജാറിൽ കാണാം ഒരു 110 ml വെളിച്ചെണ്ണ കൂടെ എടുത്തിരിക്കുകയാണ്. ഇതുകൂടെ നേരത്തെ എടുത്ത 1 ലിറ്റർ എണ്ണയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഈ 100 ml എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 ലിറ്ററും ഏകദേശം 110 ml എണ്ണയും ചേർത്ത് ടോട്ടൽ 1 കിലോ എണ്ണയാണ് നമ്മൾ ഈ ചരുവത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ സോപ്പിന് ഒരു ഓറഞ്ച് കളർ കിട്ടാനുള്ള 5 ഗ്രാം ഓറഞ്ച് കളർ പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ ചേർക്കാവുന്നതാണ്. അതല്ലാതെ പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ കളർ വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ്. പച്ചക്കറികളിൽ നിന്ന് എങ്ങനെ നാച്ചുറൽ കളർ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ
അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള നാച്ചുറൽ കളറുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ കളറ് എണ്ണയുമായി മിക്സ് ആകാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇളക്കേണ്ടതാണ്. അല്ലെങ്കിൽ സോപ്പ് തയ്യാറായി കഴിയുമ്പോൾ അതിൽ കട്ടയായി കളറുകൾ അവിടെ ഇവിടെ എല്ലാം ഇരിക്കുന്നത് കാണാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം, കട്ടയെല്ലാം നല്ലതുപോലെ എണ്ണയിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നല്ല റെഡ് കളറായിട്ട് ഇപ്പോൾ എണ്ണ മാറിയിട്ടുണ്ട്. അടുത്തതായി ഈ വെളിച്ചെണ്ണയിലേക്ക് 200 ഗ്രാം ടാൽക്കം പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ടാൽക്കം പൗഡർ ഒരു ഫില്ലറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോപ്പിന് ഒരു ഫേംനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടാൽക്കം പൗഡർ ചേർക്കുമ്പോൾ വളരെ കുറച്ചായി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്ത കുറച്ച് പൗഡർ ചേർക്കുക. അല്ലെങ്കിൽ സോപ്പിൽ ഇത് കട്ട കെട്ടി കിടക്കുന്നതാണ്. കൂടാതെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടോട്ടൽ സോപ്പിൻ്റെ വെയ്റ്റിൻ്റെ 10% മാത്രമേ ഈ ഫില്ലർ ചേർക്കാവുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് 200 ഗ്രാം മാത്രമേ ഇതിൽ ചേർക്കാൻ പറ്റുകയുള്ളൂ. ഈ ടാൽക്കം പൗഡറിന് പകരം നിങ്ങൾക്ക് കടലമാവോ അല്ലെങ്കിൽ പയറുപൊടിയോ ചേർക്കാവുന്നതാണ്. പകുതി കടലമാവ്, അതായത് 100 ഗ്രാം കടലമാവ്, 100 ഗ്രാം ടാൽക്കം പൗഡർ അങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തുളസി ഇല പൊടിച്ചതോ അല്ലെങ്കിൽ കറിവേപ്പില പൊടിച്ചതോ നാരങ്ങയുടെ തൊലി പൊടിച്ചതോ അല്ലെങ്കിൽ ആര്യവേപ്പില പൊടിച്ചതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്താണ് നമ്മൾ ആയുർവേദിക് സോപ്പ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഓരോ ഫ്ലേവറും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സോപ്പിൻ്റെ ഓറഞ്ച് കളറിലേക്ക് ഈ കൂട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാൽക്കം പൗഡർ എണ്ണയിലേക്ക് നല്ലതുപോലെ അലിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 25 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിയാൽ മാത്രമേ മുഴുവനായി അലിയുകയുള്ളൂ. ഇത് തരിയൊന്നുമില്ലാതെ നല്ലോണം ലയിച്ച് ചേർന്നിരിക്കുകയാണ്. തരി ഉണ്ടെങ്കിൽ ഈ സ്പൂണിൻ്റെ അറ്റത്ത് ആ തരി പോലെ കാണാവുന്നതാണ്. ഇപ്പോൾ തരിയൊന്നുമില്ല, നല്ലോണം ലയിച്ചിട്ടുണ്ട്. അടുത്തതായി ഈ സോപ്പ് ഒഴിച്ചു വെക്കാനുള്ള ഒരു മോൾഡ് എടുത്തിരിക്കുകയാണ്. 20 സോപ്പ് ഒഴിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മെറ്റൽ മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഡിറ്റർജൻറ്റ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിൽ ചോദിച്ചാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെയുള്ള പ്ലാസ്റ്റിക് മോൾഡുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായാലും മതി. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പാത്രത്തിലോ സോപ്പ് പൊട്ടിയിലോ ഒഴിച്ചു വെച്ച് അതിൻ്റെ ഷേപ്പിലുള്ള സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഏത് മോൾഡാണെങ്കിലും സോപ്പ് പൊട്ടിയാണെങ്കിലും സോപ്പ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സോപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വാസലിൻ അതിൽ പുരട്ടേണ്ടതാണ്. അല്ലെങ്കിൽ സോപ്പ് അതിൽ നല്ലതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ മോൾഡിൽ എല്ലാ ഹോളിലും വാസലിൻ നല്ലോണം പുരട്ടി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സോപ്പ് ഇതിൽ നിന്ന് എടുക്കാൻ പ്രയാസമായിരിക്കും. അടുത്തതായി നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ഈ മിക്സ്ചറിലേക്ക് ചേർത്ത് ഇളക്കാൻ പോവുകയാണ്. കോസ്റ്റിക് സോഡ ആൽക്കലിയാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഒരു ഫാറ്റി ആസിഡാണ്. ഫാറ്റി ആസിഡും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്ത് സാപ്പോണിഫിക്കേഷനിലൂടെയാണ് സോപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ഇളക്കുമ്പോൾ കട്ടയാകാൻ തുടങ്ങും. കറക്റ്റ് പാകമാകുമ്പോൾ തന്നെ നമ്മളിത് മോൾഡിലേക്ക് ഒഴിക്കണം. അല്ലെങ്കിൽ ഇത് സോപ്പ് സെറ്റായി വരികയില്ല. അതുകൊണ്ട് ഇത് ചേർത്ത് ഇളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമായ മോൾഡും നമ്മുടെ സെൻറ്റും ഒഴിക്കാനുള്ള കപ്പും സ്കെയിലും അങ്ങനെയുള്ള എല്ലാം എടുത്തു വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമുക്കിത് ഒഴിക്കാൻ സാധിക്കില്ല. കോസ്റ്റിക് സോഡ സൊല്യൂഷൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ്ചറിലേക്ക് പതിയെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ മിക്സ്ചറുമായി കോസ്റ്റിക് സോഡ സൊല്യൂഷൻ നല്ലതുപോലെ യോജിച്ചാൽ മാത്രമേ ഒരു കറക്റ്റ് രൂപത്തിലുള്ള ലിക്വിഡായി മാറുകയുള്ളൂ. ഇപ്പോൾ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഇളക്കിയാൽ മാത്രമേ ഇങ്ങനെ കുറുകി വരികയുള്ളൂ. 25 ml സെൻറ്റും 25 ml തിക്നറും ചേർന്ന് 50 ml സൊല്യൂഷൻ ചേർക്കുകയാണ്. തിക്നർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറേ നേരം കൂടെ നിങ്ങൾക്ക് ഇളക്കേണ്ടി വരും. ഈ തിക്നർ ചേർത്താൽ ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതിയാകും. ഇപ്പോൾ ഞാൻ ആ തിക്നറും സെൻറ്റും കൂടെയുള്ള 50 ml ലിക്വിഡ് പതിയെ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇത് ചേർത്ത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് കറക്റ്റ് പരുവാകും. അപ്പം തന്നെ മോൾഡിലേക്ക് ഒഴിക്കണം. ഈ ലിക്വിഡ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കുകയും ചെയ്യണം. കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ ഇത് കുറുകി വരുന്നത് കാണാം. പെട്ടെന്ന് കുറുകാൻ തുടങ്ങും ഇത് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 3-4 മിനിറ്റോളം നല്ലവണ്ണം ഇളക്കണം. അപ്പോൾ സെറ്റാകാൻ തുടങ്ങുന്നതാണ്.
ഇപ്പോൾ ഈ ലിക്വിഡ് പാകമായി വന്നിട്ടുണ്ട്, കറക്റ്റ് കുറുകിയതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാവുന്നതാണ്. മോൾഡ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ലെവലായിട്ടുള്ള സർഫസിൽ മാത്രമേ വെക്കാവുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കുറേ പേപ്പർ ടേബിളിന് മേലെ വെച്ചിട്ടുണ്ട്. അതിന് മേലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിനും മേലെയാണ് മോൾഡ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ ചിലപ്പോൾ ഈ ലിക്വിഡ് ലീക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ മോൾഡ് ലെവലായി മാത്രം വെക്കണം. ഇപ്പോൾ ഈ ലിക്വിഡ് കുറുകി ഈ മോൾഡിലേക്ക് ഒഴിക്കാൻ പാകമായിരിക്കുകയാണ്. ഇനി ഞാനിതൊരു കപ്പിലേക്ക് മാറ്റുകയാണ്. മോൾഡിലേക്ക് ഒഴിക്കാൻ ഈ കപ്പിൽ നിന്നാണ് കുറച്ചുകൂടി ഈസി. അതുകൊണ്ടാണ് ഈ കപ്പിലേക്ക് ഒഴിക്കുന്നത്, അല്ലാതെ വേറെ വലിയ കാരണമൊന്നുമില്ല. ഇതിനി കുറച്ച് ശ്രദ്ധിച്ച് വലുതായിട്ട് പുറത്തൊന്നും പോകാതെ ഈ മോൾഡുകളിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 2-3 മോൾഡിൽ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ തിക്നെസ് കൂടി വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് എല്ലാ മോൾഡുകളിലും ഒഴിക്കണം. പക്ഷേ കുറച്ച് ശ്രദ്ധിച്ചും ഒഴിക്കണം. അല്ലെങ്കിൽ ഇത് ഒഴിച്ചു തീരുന്നതിന് മുമ്പേ ഈ കപ്പിനകത്തിരുന്ന് തന്നെ ഇത് സെറ്റായി പോകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, പെട്ടെന്ന് ഇത് തിക്നെസ് കൂടി വരുന്നത് കാണാം. നമ്മൾ തിക്നർ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് സെറ്റാകുന്നത്. അത് ആഡ് ചെയ്തില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് സെറ്റാവില്ല. പക്ഷേ കുറച്ച് സമയം കൂടി നിങ്ങൾക്ക് ഇളക്കി കൊടുക്കേണ്ടതായി വരും. ഇനി ബാക്കിയുള്ള ലിക്വിഡ് കൂടെ ഈ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ബാക്കിയുള്ള മോൾഡിലേക്ക് ആ കപ്പിൽ നിന്ന് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി മിച്ചമുള്ള ലിക്വിഡ് ആ കപ്പിൽ നിന്ന് വടിച്ച് അതിലേക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലൗസ് ഇട്ടുകൊണ്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ട് പൊള്ളുന്ന പോലെ വരും. അപ്പോൾ ഒരു ഗ്ലൗസ് ഇല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഇട്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അതിനുശേഷം ആ സ്റ്റീൽ പാത്രത്തിലുള്ള ബാക്കിയുള്ള ലിക്വിഡ് കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നതാണ്. അവസാനമായി ഈ മോൾഡ് എല്ലാ ഹോൾസിലേക്കും ബാലൻസ് ഉള്ള സ്ഥലത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ടാണ് ഗ്ലൗസ് ഇടാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ ബാലൻസ് ഉള്ള ലിക്വിഡ് മുഴുവൻ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു മെറ്റൽ സ്കെയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്കെയിലോ വെച്ച് ഈ ലിക്വിഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചില ഹോൾസിലെല്ലാം കുറച്ച് കൂടുതൽ ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡ് കുറഞ്ഞ ഹോൾസിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഇതുവഴി സഹായിക്കും. കൂടാതെ എല്ലാ സോപ്പിനും ഒരേ തിക്നെസ്സും ഒരേ ലെവലും കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു മെറ്റൽ സ്കെയിൽ വെച്ച് മോൾഡിൻ്റെ മേലെ കൂടെ ലെവലാക്കി ലിക്വിഡെല്ലാം എത്തിക്കുകയാണ്. അതിനുശേഷം സ്കെയിലിലുള്ള ലിക്വിഡ് കൂടെ ഒരു ഹോളിലേക്ക് ഇട്ടുകൊടുത്ത് ഫൈനലായി ലെവൽ ചെയ്യുന്നു. അങ്ങനെ ഈ സോപ്പെല്ലാം ഒരേ ലെവലിൽ ആക്കിയിരിക്കുകയാണ്. ഇനി ഒരു 2 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ മോൾഡിൽ നിന്ന് ഈ സോപ്പ് ഇളക്കി മാറ്റാവുള്ളൂ. അല്ലെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല, ഇത് പൊടിഞ്ഞു പോകുന്നതാണ്. അതിനുശേഷം ഒരു 30 ദിവസം ഈ സോപ്പ് എവിടെയെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് റിയാക്ഷൻ എല്ലാം നടന്നിട്ടുണ്ടാവും. 30 ദിവസത്തിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഞാനിവിടെ 20 സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു മെറ്റൽ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഈ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള പ്ലാസ്റ്റിക് മോൾഡ് വാങ്ങിക്കാവുന്നതാണ്. അതും ഇല്ലെങ്കിൽ ചെറിയ പാത്രമോ അല്ലെങ്കിൽ സോപ്പ് ഡിഷോ എടുക്കാവുന്നതാണ്. ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസും ഡിഷ് വാഷ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസും എല്ലാം തന്നെ ഡിറ്റർജൻറ്റ് സോപ്പ് വിൽക്കുന്ന അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിൽ കിട്ടുന്നതാണ്. സോപ്പ് കിറ്റ്, ഡിഷ് വാഷ് കിറ്റ് അങ്ങനെ കിട്ടുന്നതാണ്. അവിടെ നിന്ന്
നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ വാങ്ങിച്ച കടകളുടെ ഫോൺ നമ്പേഴ്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നതാണ്. 2 ദിവസം മുമ്പ് ഒഴിച്ചു വച്ചിരിക്കുന്ന സോപ്പ് കറക്റ്റായി ഈ മോൾഡിൽ സെറ്റായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഈ മോൾഡിൽ നിന്ന് സോപ്പ് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ഈ പ്ലാസ്റ്റിക് ഈ മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റിയെടുക്കണം. അപ്പോൾ വളരെ സാവധാനത്തിൽ ഈ മോൾഡിൽ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഈ മോൾഡിൽ നിന്ന് നമ്മൾ സോപ്പ് ഇളക്കി മാറ്റിയെടുക്കുകയാണ്. വളരെ സാവധാനം ഇളക്കി മാറ്റുക, അല്ലെങ്കിൽ സോപ്പ് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ സോപ്പ് ഇളക്കിയെടുത്തിരിക്കുകയാണ്. നല്ല ഷേപ്പുള്ള ഒരു സോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണ്. വളരെ സാവധാനം മാത്രമേ മോൾഡിൽ നിന്ന് സോപ്പ് ഇളക്കിയെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ സോപ്പിൻ്റെ അരികെ കുറച്ച് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല റൗണ്ട് നല്ല ഷേപ്പുള്ള സോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരേ ലെവലിലുള്ള സോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി മുഴുവനായി ഇളക്കിയെടുക്കാം. അങ്ങനെ സാവധാനം എല്ലാ സോപ്പും ഇളക്കിയെടുക്കണം. നല്ല റൗണ്ടിൽ തന്നെ സോപ്പ് വന്നിട്ടുണ്ട്. 20 സോപ്പിൻ്റെ കൂട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 സോപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ 20 സോപ്പും നമ്മൾ മോൾഡിൽ നിന്ന് വേർതിരിച്ച് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ടുള്ള സോപ്പ് നിർമ്മിക്കുന്നത്. സോപ്പ് അടുത്ത ദിവസം തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു 25 മുതൽ 30 ദിവസം വരെ എവിടെയെങ്കിലും ടിന്നിൽ അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ആ ദിവസം കൊണ്ട് ഇതിലെന്തെങ്കിലും റിയാക്ഷൻ കംപ്ലീറ്റ് ആകാനുണ്ടെങ്കിൽ ആ റിയാക്ഷൻ എല്ലാം കംപ്ലീറ്റായി നല്ല സോപ്പായി മാറുന്നതാണ്. നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ലൂസായി വാങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെയിറ്റ് നോക്കാൻ ത്രാസില്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. 1 കപ്പ് കോസ്റ്റിക് സോഡയാണ് എടുക്കുന്നതെങ്കിൽ 2.5 കപ്പ് വെള്ളം, 6.5 കപ്പ് വെളിച്ചെണ്ണ, അങ്ങനെയാണ് എടുക്കേണ്ടത്. 1 കപ്പ് കോസ്റ്റിക് സോഡ, 2.5 കപ്പ് വെള്ളം, 6.5 കപ്പ് വെളിച്ചെണ്ണ, അങ്ങനെ എടുക്കാവുന്നതാണ്. ഈ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് മുഴുവനായി കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.